ഹലോ. സോ ഫോഴ്സ് ആൻഡ് പ്രഷർ നമ്മുടെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ ലൈവുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 പാർട്ടായിട്ട് മുഴുവൻ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഈ വീഡിയോയിൽ നമുക്ക് ആ ചാപ്റ്ററിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ ഫിഗർ 2 ബോയ്സ് എ ആൻഡ് ബി ആർ ഷോൺ അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ ബ്ലോക്ക്. സോ ഈ ബ്ലോക്കിന്റെ മുകളിൽ എ എന്നാളും ബി എന്നാളും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇഫ് ദ ബ്ലോക്സ് മൂവ് ടുവേർഡ്സ് റൈറ്റ്, എവിടേക്കാണ് ബ്ലോക്ക് മൂവ് ചെയ്യുന്നത്? വലതുവശത്തേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഒന്ന് നോക്കി പറഞ്ഞു മക്കളെ, ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ വീഡിയോ കണ്ടതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയുള്ള കാര്യം നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ പറയുക? ബ്ലോക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യും. നമുക്കറിയാം 2 ഫോഴ്സുകൾ ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കണം. സോ റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കണമെങ്കിൽ ഇത് വലിയ ഫോഴ്സും ഇത് ചെറിയ ഫോഴ്സും ആണെങ്കിലാണ് ഇങ്ങോട്ട് റിസൾട്ടന്റ് ഫോഴ്സ് വരിക, അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവും. സോ ഇത് വലിയ ഫോഴ്സ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയ ഫോഴ്സ്, അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് പോയത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ബൈ എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി. അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോയത്. 2 പേര് തള്ളുകയാണ്. കൂടുതൽ ശക്തിയിൽ തള്ളിയത് ആരാണ്? അത് എ ആണ്. അതുകൊണ്ടാണ് ബ്ലോക്ക് ബിയുടെ ഭാഗത്തേക്ക് മൂവ് ചെയ്തത്. ഓക്കെ, യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഗർ ഷോസ്, എഗെയിൻ ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് വാട്ടർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ പ്രഷർ ഓഫ് വാട്ടർ? സോ എ ബി സി എന്ന 3 പോയിന്റുകൾ ഉണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3 പോയിന്റും ഡിഫറെന്റ് ഹൈറ്റിലാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? എങ്ങനെയാണ് പ്രഷർ കൂടുന്നത്? പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. നമുക്കറിയുന്ന കാര്യമല്ലേടാ. സോ നോക്കാം. പ്രഷർ അറ്റ് എ ഈസ് ഗ്രേറ്റർ അറ്റ് പ്രഷർ ഓഫ് ബി ആൻഡ് ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് സി. അതാണോ ശരി? അല്ല. നമുക്കറിയാം പ്രഷർ അറ്റ് സി ആണ് കൂടുതൽ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് പ്രഷർ അറ്റ് എ ഈസ് ലെസ് ദാൻ പ്രഷർ അറ്റ് ബി ലെസ് ദാൻ പ്രഷർ അറ്റ് സി. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയാണ്? അത് സി എന്ന് പറയുന്ന താഴെയുള്ള പോയിന്റിലാണ്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിങ് ഡ്രൈ വെതർ വൈൽ കോമ്പിങ് ഹെയർ സംടൈം വി എക്സ്പീരിയൻസ് ഹെയർ ഫ്ലൈയിങ് അപ്പാർട്ട്. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. അതേത് ഫോഴ്സാണ്? ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ കാര്യത്തെ പഠിച്ചത്. അതേത് ഫോഴ്സാണ്? ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 2 ഒബ്ജക്ട്സ് റിപ്പൽ ഈച്ച് അതർ. 2 ഒബ്ജക്റ്റുകൾ റിപ്പൽ ചെയ്യുന്നത്. റിപ്പൽഷൻ കുഡ് ബി ഡ്യൂ ടു. റിപ്പൽഷൻ എന്തുകൊണ്ടാകാം? ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് റിപ്പൽഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് മാത്രം റിപ്പൽഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം മാഗ്നറ്റിക് ഫോഴ്സും റിപ്പൽഷൻ കാണിക്കുന്നുണ്ട് അല്ലേ? പ്ലസ് ചാർജും സിമിലർ ചാർജുകൾ വന്നാൽ റിപ്പൽഷൻ ആണ്. മൈനസ് ചാർജും സിമിലർ ചാർജുകൾ വന്നാൽ റിപ്പൽഷൻ ആണ്. പ്ലസും മൈനസും ഓപ്പോസിറ്റ് ചാർജ് വന്നാൽ അട്രാക്ഷൻ. സിമിലർലി നോർത്ത് പോളും വന്നാൽ റിപ്പൽഷൻ ആണ്. സൗത്ത് പോളും വന്നാൽ റിപ്പൽഷൻ ആണ്. എന്നാൽ നോർത്തും സൗത്തും വന്നാൽ അട്രാക്ഷൻ ആണ്. സോ റിപ്പൽഷൻ കാണിക്കുന്നത് ആരൊക്കെയാണ്? എയ്തർ മാഗ്നറ്റിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോഴ്സസ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? ടച്ച് ചെയ്താൽ, കോണ്ടാക്ട് ചെയ്താൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണോ? അല്ല. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ശരിയാണ്. മാഗ്നറ്റിക് ഫോഴ്സ് അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളൂ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. A water tank has 4 taps, 6 points A, B, C and D as shown in the figure. Water flows out at the same pressure from taps at. എന്താ പറഞ്ഞത്? 4 ടാപ്പുകൾ ഉണ്ട്. എ ബി സി ഡി എന്ന 4 ടാപ്പുകളാണ് ഈ ടാങ്കിനുള്ളത്. ഏതിലാണ് ഒരേ പ്രഷറിൽ വെള്ളം പുറത്തേക്ക് വരുന്നത്? നമുക്കറിയാം അറ്റ് ദ സെയിം ഹൈറ്റ് അല്ലെങ്കിൽ സെയിം ഡെപ്ത് പ്രഷർ വിൽ ബി സെയിം അല്ലേ? അപ്പോൾ സെയിം ഡെപ്തിൽ വരുന്ന ഏതാടാ? അത് ബിയും സിയുമാണ്. സോ ദ ആൻസർ ഈസ് ബി ആൻഡ് സി. സിമ്പിൾ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കോളൂ. എ ബ്രിക്ക് കെപ്റ്റ് ഇൻ 3 different ways on a table as shown in figure. The pressure exerted by the brick on table will be. അപ്പോൾ ഏത് അവസരത്തിലാണ് പ്രഷർ കൂടുന്നത്? സോ നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താടാ? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. ഫോഴ്സ് കൂടിയാൽ പ്രഷർ കൂടും. ഏരിയ കുറഞ്ഞാലാണ് പ്രഷർ കൂടുക അല്ലേ? കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏരിയ കുറഞ്ഞാലാണ് പ്രഷർ കൂടുക. സോ ഏരിയ ഏറ്റവും കുറവുള്ള കേസ് ദാറ്റ് ഈസ് എ. സോ മാക്സിമം പ്രഷർ വെൻ ഇൻ പൊസിഷൻ എ. കാര്യം മനസ്സിലായില്ലേടാ? സോ ബ്രിക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത്ര ഏരിയയാണ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയും ഏരിയ വരും.
ഇപ്പോൾ ഒരു ഉദ്ദേശം കാര്യം മനസ്സിലായിരിക്കുന്നു. ബ്രിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു. അതാണ് 3 കേസുകളായിട്ട് കാണുന്നത്. സോ അതിൽ ഏറ്റവും കുറവ് ഏരിയ വരുന്നത് ഫിഗർ എയിലാണ്. ഏരിയ കുറഞ്ഞാൽ ഫോഴ്സ് ഓഫ് പ്രഷർ വിൽ ഇൻക്രീസ്. സിമ്പിൾ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഈ ചാപ്റ്റർ വളരെ മനോഹരമായി നമ്മൾ പഠിച്ചു വെച്ച കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാൻ അറിയണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രഷർ എക്സേർഡ് ബൈ എയർ around us is known as atmospheric pressure. നമ്മുടെ ചുറ്റുമുള്ള എയർ, അതിനെ വിളിക്കുന്ന പേരെന്താ? അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുക. ആ എയർ ഉണ്ടാക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എന്താ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ ഇസ് ദ എയർ അറൗണ്ട് അസ്, അല്ലേ? എയർ അറൗണ്ട് അസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുക. സിമ്പിൾ. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ എ ഫോഴ്സ് ആക്ട് ഓൺ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമുക്കറിയാം 2 കാര്യങ്ങളാണ് ഫോഴ്സ് ചെയ്യാൻ കഴിയുക. ഒന്ന്, അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ അതിൽ റെസ്റ്റ് കൂടെ വരുന്നുണ്ട്, കാര്യം മറന്നു പോകരുത്. ആൻഡ് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഈ കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു പോയിന്റ് കൂടി പഠിക്കുന്നു. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്? സപ്പോസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മോഷൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേ ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുക. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക, നമ്മൾ അതിനെ പിടിച്ചൊന്ന് തള്ളി, എന്ത് സംഭവിക്കും? അത് കൂടുതൽ സ്പീഡ് പോകും. ശരിയല്ലേ? സോ അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ്. ഈ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, സ്പീഡ് ഓഫ് ഒബ്ജക്ട് ഇൻക്രീസസ്. സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുക. അതാണ് നമുക്ക് പോയിന്റ് ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. ഈ ഫോഴ്സ് is applied in the direction opposite direction of motion results in decrease in speed of the object. സിമ്പിൾ അല്ലേ? സോ ഇത്രയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ആൻഡ് മൂവിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ. ഹൗ ഡസ് എ പേഴ്സൺ മൂവ് ഫോർവേഡ് ഡ്യൂറിങ് സ്വിമ്മിങ്? സ്വിം ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ സ്വിം ചെയ്യുക? നമ്മൾ സ്വിം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇട്ട് പുറകിലേക്ക് ആക്കുക ചെയ്യുക, അല്ലേ? നമ്മൾ കൈ വെച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള വാട്ടറിനെ പുറകിലേക്ക് തള്ളും. വാട്ടറിനെ പുറകിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം എന്താ? അവിടെ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ റിയാക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റിയാക്ഷൻ ഫോഴ്സ് ബൈ ആര്? ബൈ വാട്ടർ. സോ നോക്കിക്കോളൂ. when a person swims, water in the backward direction, water is in backward direction with his hands. So കൈ വെച്ച് നമ്മൾ വെള്ളത്തെ പുറകിലേക്ക് തള്ളും. This is action. Due to reaction, water pushes person in forward direction with equal force. So അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. For every action there is an equal and opposite reaction. ഒരിക്കൽ കൂടി പറയാം. For every action there is an equal and opposite reaction. ഇത് ഫിസിക്സിലെ വളരെ പ്രശസ്തമായ ഒരു ലോ ആണ്. ഈ ലോ ഏതാണെന്ന് അറിയുന്ന ആളുകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററോട് കണ്ടുമുട്ടാം. അതുവരെ see you.